കർത്താവിൽ ബഹുമാന്യരെ, ഈ സന്ധ്യാസമയത്ത് വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനും പ്രവാചകനുമായ ഏലിയാവിൻ്റെ കർമ്മേലിലെ ശുശ്രൂഷയെ സംബന്ധിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് പഠിക്കുവാൻ ഇടയായ ആ വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ആ ബന്ധത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന ദൈവ പുരുഷൻ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ദൈവത്തിനു വേണ്ടി തീഷ്ണതയോട് ചെയ്ത ആത്മീയ ശുശ്രൂഷയുടെ ആത്മീയ വശങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ച് നിർത്തിയത് ഏലിയാവ് ജനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെന്നു അവരോട് ബാൽ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ സേവിച്ചുകൊള്ളുക, അല്ല യഹോവയാണ് ദൈവമെങ്കിൽ നിങ്ങൾ അവനെ സേവിക്കുക എന്ന് അവരോട് ആഹ്വാനം ചെയ്ത രംഗമാണ് നമ്മൾ നിലനിർത്തിയത്. ഏലിയാവ് ജനത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെന്നു എന്ന് പറയുമ്പോൾ ജനവുമായി തനിക്ക് ഇപ്പോഴും ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ അവരെ ഭരിച്ച ആഹാബ് രാജാവിന് ആ ജനവുമായിട്ട് വലിയ ബന്ധമില്ല. അതുകൊണ്ടാണ് ജനത്തിൻ്റെ കഷ്ടാവസ്ഥയെക്കുറിച്ച് കരുതലില്ലാത്ത രാജാവ് കുതിരയ്ക്കും കഴുതയ്ക്കും പുല്ല് അന്വേഷിച്ച് താനും തൻ്റെ ഗൃഹവിചാരകനായ ഓബദ്യാവും കൂടെ ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുവാൻ ഇടയായത്. ഇവിടെ പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യം, എത്രത്തോളം നിങ്ങൾ രണ്ട് തോണിയിൽ കാൽ വയ്ക്കും എന്നുള്ളതാണ്. രണ്ട് തോണിയിൽ കാൽ വയ്ക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്ന അവൻ ഉദ്ദിഷ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ലക്ഷ്യസ്ഥലത്ത് എത്തിച്ചേരുകയില്ല എന്ന് മാത്രമല്ല, എത്രയും വേഗം ദയനീയമായ നിലയിൽ അവന് വീഴ്ച സംഭവിക്കുകയും ചെയ്യും. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുമ്പോൾ ഇരുതോണിയിൽ കാലിയോട്ടുന്ന മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നാണ് പറയുന്നത്. അവന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല. അവൻ വളരെ വേഗത്തിൽ വീഴുകയും വീഴ്ച ഭവിക്കുകയും ചെയ്യും. ഇവിടെ ആ ചോദ്യത്തിൻ്റെ നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാൽ ചവിട്ടും എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഗൗരവം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് ഒരേ സമയത്ത് ബാലിനെയും യഹോവയായി ദൈവത്തെയും സേവിക്കാൻ കഴിയുകയില്ല. യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ സേവിച്ചുകൊള്ളുക, ബാലെങ്കിലോ അവനെ സേവിക്കുക എന്ന് പറയുമ്പോൾ എങ്കിൽ എന്ന് പറയുന്ന ആ പദപ്രയോഗം ഇറ്റ് ഡസന്റ് നെസസറിലി സ്പീക്സ് അബൌട്ട് പെർപ്ലക്സിറ്റി ഇൻ ദി പാർട്ട് ഓഫ് ദി സ്പീക്കർ. സംസാരിക്കുന്ന പ്രവാചകൻ യഹോവ ദൈവമാണെന്നൊരു സംശയമില്ല. മറിച്ച് യഹോവ മാത്രമാണ് ദൈവം എന്നുള്ള തന്റെ നിർണയം കൊണ്ടാണ് യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ സേവിച്ചുകൊള്ളുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ നൽകിയ ഈ ആഹ്വാനത്തിങ്കിൽ ജനം യാതൊരു മറുപടിയും പറഞ്ഞില്ല എന്ന് വായിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ജനം മറുപടി പറയാതിരുന്നത്? ഒന്നുകിൽ ആഹാബിനെ അവർ അത്യന്തം ഭയപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ പ്രവാചകനോട് എതിരൊന്നും പറയാതെ മൗനം സമ്മതമായി അവർ അവലംബിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതായാലും ഏലിയാവ് അതിനുശേഷം ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് 2 കാളയെ കൊണ്ടുവരട്ടെ, ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് കണ്ണകണ്ണമായി നുറുക്കി യാഗപീഠത്തിന്മേൽ വെച്ച് അതിനെ ദഹിപ്പിക്കട്ടെ, ഒരു കാളയെ ഞാൻ തന്നെ എന്ത് ചെയ്യാം, യാഗപീഠത്തിന്മേൽ അതിനെ അറുത്ത് വയ്ക്കും.
തീയിടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. തീ കൊണ്ട് ഉത്തരം അളന്നവൻ തന്നെ ദൈവം എന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് പറഞ്ഞു. ആദ്യം മിണ്ടാതിരുന്ന ജനം ഇപ്പോൾ ആ വാക്ക് കേട്ട് നല്ല വാക്ക് എന്ന് പറഞ്ഞ് തന്നെ സ്വാഗതം ചെയ്തു. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ സത്യദൈവത്തെ തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ പ്രവാചകൻ ആഹ്വാനം ചെയ്തത്. ആ നിർദ്ദേശത്തില് യാഗത്തോട് ബന്ധപ്പെട്ടവനും യാഗത്തെ അംഗീകരിക്കുന്നതിനുമായിട്ടുള്ള ഒരു ദൈവം, യാഗവസ്തുവിന്മേൽ ന്യായവിധിയുടെ തീയിറക്കി അതിനെ ദഹിപ്പിക്കാനും യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തന്നോട് അടുക്കാനും കഴിയുന്നവനാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് ഇതിനു മുമ്പ് തന്നെ ദൈവം തെളിയിച്ചിട്ടുള്ളതാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എന്നാണ് 50-ാമത്തെ സങ്കീർത്തനത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് സങ്കീർത്തനകാരൻ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ യാഗങ്ങളുടെ പരീക്ഷ പ്രവാചകൻ വെച്ചത് ജനത്തിനു സമ്മതമായി. ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏകയാഗത്താൽ അവൻ ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്നുള്ള ദൈവവചനം എബ്രായർ 10:14 തികച്ചും പൂർണ്ണതയോടുകൂടെ ഈ യാഗത്തിൽ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. ജനമെല്ലാം പറഞ്ഞു അത് നല്ല വാക്ക്. 24 വാക്യം. അപ്പോൾ ഒരു പടി കൂടെ ജനം ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്ന് സമർത്ഥിക്കുവാൻ അവർ തയ്യാറായി. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം, യാഗത്തിന്മേൽ ഉത്തരമരുളുന്ന ദൈവം, അവൻ തന്നെയാണ് സാക്ഷാൽ ദൈവം. അവനാണ് സത്യദൈവം. അവനാണ് ഇസ്രായേലിന്റെ ദൈവം. ഏലിയാവിന്റെ ഈ നിർദ്ദേശം 3 പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ അനുസ്മരിക്കുകയാണ്. ഒന്ന്, കൊല്ലപ്പെട്ടൊരു യാഗവസ്തുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതാണ് ഈ ഏലിയാവിന്റെ നിർദ്ദേശത്തിലെ 1-ാമത്തെ വിഷയം. കൊല്ലപ്പെട്ട ഒരു യാഗവസ്തുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ വിഷയം. 2, പ്രാർത്ഥനയുടെ പ്രയോജനത്തെ തെളിയിക്കുന്നത്. പ്രാർത്ഥനയുടെ പ്രയോജനം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. 3, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങുന്നത് മൂലം സത്യദൈവം ആരാണ് എന്ന് തെളിയിക്കപ്പെടുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഏലിയാവിന്റെ ഈ നിർദ്ദേശത്തിൽ ഉള്ളടങ്ങിയതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് നിങ്ങളൊരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവീൻ. നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. 25-ാം വാക്യം. ആദ്യത്തെ അവസരം അവർക്ക് തന്നെ കൊടുത്തു. ബാലിന്റെ പ്രവാചകന്മാർക്ക് തന്നെ കൊടുത്തു. ബാലിന്റെ പ്രവാചകന്മാർക്ക് ആദ്യ അവസരം കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇതിൽ തനിക്ക് ഈ 2 നിലയിലുള്ള ഉദ്ദേശങ്ങൾ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1, അവർക്ക് വേണ്ടുവോളം സമയം കിട്ടിയില്ല എന്നൊരു പരാതി, ആവലാതി പിന്നീട് അവർ പറയാൻ പാടില്ല. 2, അവരുടെ പരാജയം തെളിഞ്ഞതിന് ശേഷമാണ് തന്റെ വിജയം എന്താണെന്ന് പ്രവാചകൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ശരിയാണ്. മനുഷ്യൻ എവിടെ പരാജയപ്പെടുന്നോ അവന്റെ പരാജയത്തിന്റെ അന്ത്യത്തിലാണ് ദൈവം വിജയത്തിനായി പ്രവർത്തിക്കുന്നത്. ഒരു ദൈവദാസൻ പറഞ്ഞുകൊണ്ട്, ഗോഡ് ബിഗിൻസ് വേർ മാൻ എൻഡ്സ്. മനുഷ്യൻ എവിടെ അവസാനിപ്പിക്കുന്നു അവിടെയാണ് ദൈവം ആരംഭിക്കുന്നത് എന്നാണ്. അങ്ങനെ ഇവര് ഈ ബാലിന്റെ പ്രവാചകന്മാരെ കാളയെ കൊണ്ടുവന്നു, അതിനെ തോലുരിഞ്ഞു, അതിന്റെ മാംസം കണ്ണം കണ്ണമായി നുറുക്കി യാഗപീഠമുണ്ടാക്കി യാഗപീഠത്തിന്മേൽ വെച്ചു. രാവിലെ മുതൽ ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. പക്ഷെ ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല എന്ന് വായിക്കുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത്, അവർ ഉറക്ക നിലവിളിച്ചു, പതിവ് പോലെ രക്തം ഒഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വിളിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല എന്ന് 26 മുതൽ 29 വാക്കിൽ വായിക്കുന്നു. അവര് ഈ സന്ധ്യായാഗം വരെയല്ല, ജീവിത സന്ധ്യ വരെയും നിലവിളിച്ചാലും ഉത്തരവരുകയില്ല. കാരണം കേവലം നിർജീവ ദേവന്മാർക്ക് ഒരിക്കലും ജനത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. സത്യദൈവത്തെ വിട്ട് അന്യദൈവങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ
ജീവിതത്തിൻ്റെ വ്യർത്ഥമായ ദൈവസേവയും പരിശ്രമവും ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. ബാലിൻ്റെ പ്രവാചകന്മാർക്ക് ഉത്തരം ലഭിച്ചത് മാത്രമല്ല, ദീർഘസമയത്തെ അധ്വാനത്തിലുള്ള ക്ഷീണവും മുറിവും ഒടുവിൽ മരണവും അവർക്ക് സംഭവിച്ചു എന്നുള്ളത് ദയനീയമായ ഒരു ജീവിതാനുഭവം തന്നെയാണ്. അവർ അന്യോന്യം മുറിവേൽപ്പിച്ചു, വാളുകൊണ്ടും കുന്തം കൊണ്ടും മുറിവേൽപ്പിച്ചു, രക്തം ചൊരിഞ്ഞു, ഒടുവിൽ അവർ മരിക്കുകയും ചെയ്തു. ഒരു പ്രയോജനം ഉണ്ടായില്ല. ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന മനുഷ്യൻ്റെ ഏത് പരിശ്രമവും നിഷ്ഫലമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. പിശാചിനെ തീയിറക്കി യാഗത്തെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇയ്യോബിൻ്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ തീ കൊണ്ട് പിശാച് കളിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, തീയാകട്ടെ, ന്യായവിധിയാകട്ടെ, സംഹാരമാകട്ടെ, സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ പിശാചിനും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ, പിശാചിന് ചെയ്യാൻ കഴിയണമെങ്കിൽ, അത് ദൈവത്തിൻ്റെ അനുവാദത്തോടെ അല്ലാതെ പിശാചിന് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ സഹോദരന്മാരുടെ ഇടയിലും കരിസ്മാറ്റിക്കുകളുടെ ഇടയിലും ഒക്കെ പൊതുവേ ഉള്ള, എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക്കുകളേക്കാൾ കൂടുതലായിട്ട് വിഷയത്തിലുള്ള ചിന്തയുള്ളത് ഈ പെന്തക്കോസ്റ്റുകാർക്കാണ്. ചുരുക്കം ചില വേർപാടുകാർ, എല്ലാവരുടെയും കാര്യമല്ല, വളരെ പരിമിതമായ വേർപാടുകാരുടെയും മനസ്സിൽ രൂഢമൂലമായി പതിഞ്ഞിരിക്കുന്ന ഒരു അന്ധവിശ്വാസമുണ്ട്. അത് ഈ കൂടോത്രം, ക്ഷുദ്രം, മന്ത്രവാദം, കൈവേഷം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള അന്ധവിശ്വാസമാണ്. അവരങ്ങനെ ചിന്തിക്കുന്നവരാ. ഇതൊക്കെ മനുഷ്യനെ ബാധിക്കും, അവർക്ക് പ്രശ്നമുണ്ടാക്കാൻ കഴിയും. പിശാച് എൻ്റെ മുഖാന്തരമായിട്ടാണ് ഈ കൂടോത്രവും മന്ത്രവും ക്ഷുദ്രവും ഒക്കെ ചെയ്യുന്നത്. അത് ബന്ധിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ബന്ധിച്ച് മനുഷ്യൻ്റെ അകത്താക്കിയാൽ, ആഹാരത്തിൻ്റെ കൂടെയോ മറ്റേതെങ്കിലും അകത്താക്കിയാൽ അതാകെപ്പാടെ അവൻ്റെ ജീവിതം കൊളാപ്സ് ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതൊക്കെ വെറും തട്ടിപ്പുകളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൂടോത്രമോ മന്ത്രവാദമോ ക്ഷുദ്രമോ കൈവശമോ ഒക്കെ ഏൽക്കണമെങ്കിൽ ഈ രാഷ്ട്രീയ വൈരികളായ ആൾക്കാർ, അവരെയൊക്കെ ഇതൊക്കെ ചില വിശ്വസിക്കുന്ന ജാതികളൊക്കെ ഒരുപാടുണ്ട്. അവർ ഇത് ചിന്തിച്ചാൽ മതിയല്ലോ, ഇതിനെ കൂടോത്രം ചെയ്തതിൻ്റെ എതിരാളി ഇല്ലാതാക്കാമല്ലോ വേണമെങ്കിൽ. ഇതൊന്നും സാധിക്കില്ല, ചുമ്മാ മനുഷ്യൻ പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഏലിയാവ് അവരെ പരിഹസിച്ചെന്ന് വായിക്കുന്നു. എങ്ങനെയാ പരിഹസിച്ചേ? ഉറക്ക വിളിക്കുക, പക്ഷേ ബാൽ ഉറങ്ങുകയായിരിക്കും എന്ന് പറഞ്ഞ് അവനവരെ പരിഹസിച്ചു. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കുന്നത്, ഏലിയാവിൻ്റെ പരിഹാസത്തെ തിരിച്ചറിയാൻ ബാലിൻ്റെ പ്രവാചകന്മാർക്ക് കഴിഞ്ഞില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാക്യം വായിച്ചപ്പോൾ. കാരണം തൻ്റെ പരിഹാസത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് ബാൽ പക്ഷേ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണമെന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ അവർ ഉറക്ക വിളിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഏലിയാവ് വാസ്തവത്തിൽ അവരെ പരിഹസിക്കുകയായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ ബാൽ പക്ഷേ ഉറങ്ങുകയായിരിക്കാം, ആകയാൽ ഉറക്ക വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ ഉറക്ക വിളിച്ചു എന്ന് പറയുന്നതിൽ നിന്നും പ്രവാചകൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായില്ല എന്ന് തന്നെയാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. ബാഹ്യമായ കാര്യങ്ങൾക്ക് കണക്കിലേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. ഇപ്പം ദൈവത്തെ വിളിക്കുന്നതിനും ദൈവത്തെ സേവിക്കുന്നതിനും ആരാധിക്കുന്നതിനും അലമുറയിട്ട് ഭയങ്കര ശബ്ദമുണ്ടാക്കി, ബഹളമുണ്ടാക്കി, മറ്റുള്ള ആൾക്കാർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന നിലയിൽ വലിയ അലമുറയിട്ട് അലറുകയും കൂവുകയും ചാടുകയും മറിയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നുള്ള ചിന്ത പല ആളുകളുടെയും ഹൃദയത്തിലുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഞാൻ ശുപാർശ ചെയ്യുന്നത് നമ്മുടെ ഈ സോഷ്യൽ ഫോറത്തിൽ തന്നെ, യൂട്യൂബിലൊക്കെ നമ്മുടെ മക്കാർത്തർ ജൂനിയർ, ഡോക്ടർ BHB ഇങ്ങനെയൊക്കെയുള്ള പ്രശസ്തന്മാരായ പല ദൈവദാസന്മാരുടെയും ക്ലാസ്സുകൾ ആയിരക്കണക്കിന് കിടപ്പുണ്ട്. നിങ്ങൾ ആ യൂട്യൂബ് ചാനൽ തിരഞ്ഞെടുത്ത് അവരുടെ സ്പീച്ചസ് ശ്രദ്ധിക്കണം. അവരാരും അലറുകയോ ചാടുകയോ മറിയുകയോ തൊണ്ടയിട്ട് കീറുകയോ ഒന്നും ചെയ്യുകയില്ല. ഞങ്ങളുടെ ഇടയിലുമുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതായത് ഇപ്പോൾ ഒരു പ്രസംഗ വിഷയം തന്നെ അത് മനുഷ്യൻ്റെ സകല ത്രാണിയും എടുത്ത് ശക്തിയെടുത്ത് വളരെ ഉച്ചത്തിൽ അലറി മൈക്കിൻ്റെ മൈക്രോഫോണും ബോക്സും കീറത്തക്ക നിലയിൽ പറഞ്ഞാൽ മാത്രമേ ആ പ്രസംഗത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്നൊരു ചിന്ത പല ആളുകളുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ കൺവെൻഷൻ വേദികളൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ വളരെ അലറി ഊക്കോടെ സംസാരിച്ച് തൊണ്ടയൊക്കെ കീറുന്നത്. നമ്മൾ തൊണ്ട കീറുന്നതുകൊണ്ടല്ല ഹൃദയങ്ങൾക്ക് കീഴിലുണ്ടാകുന്നത്.
ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നുണ്ട്. അത് ശാന്തമായി സംസാരിച്ചാൽ മതി. അങ്ങനെ ശാന്തമായും പ്രശാന്തമായും മനുഷ്യനെ ഗ്രഹിക്കത്തക്ക നിലയിലും സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദി വോളിയം ഓഫ് യുവർ സൗണ്ട് but the word of God which proceedeth out of your mouth, which pierces into the heart of the hearers. കേൾവിക്കാരുടെ ഹൃദയത്തിൽ കീറലിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ അലർച്ചയല്ല, അതിൻ്റെ ഗാംഭീര്യതയല്ല, മറിച്ച് നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏലിയാവ് അപ്പോൾ എന്ത് ചെയ്തു? അവരെ പരാജയപ്പെട്ടു. അവരെ ഈ ബാല ഉത്തരമറിയില്ല, യാഗത്തിന് തീ ആകാശത്ത് ഇറങ്ങിയില്ല, യാഗവസ്തുവിനെ ദഹിപ്പിച്ചില്ല. അവരത്രയും ഭോജനയാഗ സമയം വരെയും, അതായത് സന്ധ്യായാഗ സമയം വരെയും ഉറക്കം നിലവിളിച്ചിട്ടും ഒരു മാറ്റവും സംഭവിച്ചില്ല എന്നുള്ള ജനത്തിന് മനസ്സിലാക്കിയപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് ജനത്തോട് പറഞ്ഞു. തൊട്ടു മുമ്പോൾ വായിച്ച ഏലിയാവ് ജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് പറഞ്ഞു സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു എന്നാ വായിക്കുന്നത്. അങ്ങനെ സകല ജനവും അവൻ്റെ അടുക്കൽ ചെന്നപ്പോൾ നാം വായിക്കുന്നു, ഏലിയാവ് തൻ്റെ സമയം വന്നു എന്ന് മനസ്സിലായി. നമ്മുടെ കർത്താവും അങ്ങനെയാണ് ചെയ്തത്. ഇവ ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് വെള്ളം അവർക്ക് വീഞ്ഞില്ല എന്നുള്ള പ്രശ്നം വന്നു. വീഞ്ഞിൻ്റെ ദൗർലഭ്യത ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നു, കർത്താവെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് മൈ അവർ ഹാസ് നോട്ട് കം എറ്റ് എന്നാണ്. എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. കർത്താവ് തനിക്കൊരു പ്രവൃത്തി ചെയ്യാൻ പിതാവിനാൽ ഒരുക്കപ്പെട്ട സമയത്ത് മാത്രം ചെയ്യുന്നവനാണ്. എ പ്രിപ്പയർഡ് മാൻ അറ്റ് എ പ്രിപ്പയർഡ് ടൈം ഫോർ എ പ്രിപ്പയർഡ് പർപ്പസ്. അതാണ് കർത്താവിൻ്റെ കർമ്മപരിപാടി. ഇപ്പോൾ അവന് എഴുന്നേറ്റു, എൻ്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞു. ജനത്തിൻ്റെ അടുക്കിലേക്ക് അങ്ങോട്ട് ചെന്ന പ്രവാചകൻ ഇപ്പോൾ ജനത്തെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ചില കാര്യങ്ങൾ പറയുകയും അവരോട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ താന് ജനത്തെ തൻ്റെ അടുക്കിലേക്ക് ആഹ്വാനം ചെയ്തിട്ട് അവനെ ആദ്യം ചെയ്തത് അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ അവിടെ യാഗങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കർമ്മേലിൽ യഹോവയ്ക്ക് യാഗങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം പിന്നീട് ഇടിഞ്ഞു പറഞ്ഞു പോയിരിക്കുക. യാഗപീഠമൊക്കെ ഇടിഞ്ഞു പറഞ്ഞു പോയി. കാരണം ആഹാബ് ദുഷ്ടനായി, ഇസബേല് ദുഷ്ടയായി ഇസ്രായേൽ രാജ്യഭരണം നടത്തി ജനത്തിൻ്റെ ഹൃദയത്തെ വശീകരിച്ച് വിഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അശേരയുടെയും ബാലിൻ്റെയും പ്രവാചകന്മാർ മുഖാന്തരം വിഗ്രഹാരാധനയിലേക്ക് പോവുകയും ജനം വിഗ്രഹാരാധന കൊടികുത്തി വാഴുകയും ചെയ്ത കാലഘട്ടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം, അതിൻ്റെ യാഗപീഠം എല്ലാം ഇടിഞ്ഞു പോയി. ഒരു പുതിയ യാഗപീഠം ഉണ്ടാക്കുകയല്ല അവൻ ചെയ്തത്. പഴയ യാഗപീഠം ഇടിഞ്ഞും തകർന്നും കിടന്ന ആ യാഗപീഠത്തെ അവൻ വായിക്കുന്നു, അവന് അതിനെ നന്നാക്കി ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിതു. പുതിയ ഒരു യാഗപീഠം ഉണ്ടാക്കാൻ ഇടിഞ്ഞു കിടക്കുന്ന ഒന്ന് പണിയുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ്. ഇടിഞ്ഞു കിടക്കുന്നത് മാന്തി, അതിൻ്റെ അസ്ഥിവാരമൊക്കെ മാന്തി, കല്ലുമെല്ലാം അതിലേലും കിടക്കുന്നതൊക്കെ പിറക്കിയെടുത്ത് അതിനെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ പകുതി കൊണ്ട് ഒരു പുതിയ പണിയാൻ പറ്റും. കൺവീനിയൻസ് അല്ല ഇവിടുത്തെ വിഷയം, പ്രമാണമാണ്. കൺവീനിയൻ്റ് തിയോളജി ആയിരുന്നത്തെ പല തിയോളജി അവസരം ഒത്ത് അവരവരുടെ സൗകര്യം അനുസരിച്ചുള്ള ദൈവശാസ്ത്രം. ഓരോരുത്തരും തങ്ങൾക്ക് താല്പര്യമെന്നും തങ്ങൾക്ക് ഫേവറബിളും തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് അനുകൂലിക്കുക. ദർ ഈസ് നോ കൺവീനിയൻറ്റ് തിയോളജി ഇൻ ദ ബൈബിൾ. അത് പ്രത്യേകം മനസ്സിലാക്കണം. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാടിൽ വെച്ച് യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. 12 കല്ലെടുത്തു എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതി ഇപ്പോൾ ഭിന്നിച്ചു നിൽക്കുകയാണെങ്കിലും മുഴുവൻ ഇസ്രായേലിലെയും ദൈവം ഒരുപോലെ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ്. ഇവിടെ ഗോത്രപിതാവായ യാക്കോബിന് വിശേഷണവും ഏലിയാവ് കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഇസ്രായേൽ എന്ന പേരാകും. നമുക്കറിയാം, അത് ആ സംഭവം രേഖപ്പെടുത്തി പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലാണ്. 17 നിന്ന് അവന് 20 വർഷക്കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം
വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് മടങ്ങി വരുന്ന യാത്രയിൽ യബോക്ക് കടവിന്റെ അങ്ങേ കരയിൽ വെച്ച് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന തടസ്സമായി അവന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ദൈവത്തിന്റെ നിയമദൂതന് എതിർപ്പെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്ന ഒരു രാത്രി വായിക്കുന്നു. ഒരു ഉഷസ്സാകുവോളും ദൈവത്തിന്റെ ദൂതനുമായി അവൻ മൽപ്പിടുത്തം ചെയ്തു. ഉഷസ്സാകരായപ്പോൾ യാക്കോബിനോട് ദൂതൻ കെഞ്ചി, നീ എന്നെ വിടുക, ഞാൻ പോകട്ടെ. നേരം ഉഷസ്സാകരായല്ലോ. അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇവിടെ ഒരു ആത്മീയ ചിന്തയുണ്ട്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. യാക്കോബ് അല്ല നമ്മുടെ വിഷയം, ഏലിയാവിന്റെ കർമ്മയിലെ ശുശ്രൂഷയാണ്. യാക്കോബ് 20 വർഷം കൊണ്ട് പദ്ദൻരാമിൽ വെച്ച് നേടാവുന്നതെല്ലാം നേടി. എന്തൊക്കെ നേടി ചോദിച്ചാൽ, ഭാര്യമാരെ നേടി, ലേയായും റാഹേലിനെ നേടി, പുത്രന്മാരെ നേടി, ദാസന്മാരെ നേടി, ലാബാനുള്ളതുപോലെയുള്ള മറുകും പുള്ളിയുമുള്ള ആട്ടിൻപറ്റത്തെ എല്ലാം സമ്പാദിച്ചു. ഒടുവിലായി അവന്റെ വീടിന്റെ ആധാരം കൂടെ, അതാണ് ഗ്രഹബിംബം എന്ന് പറയുന്നത്, അതും അപകരിച്ച് എല്ലാം നേടി. പക്ഷേ ജീവിതത്തിൽ കുറവുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു, അനുഗ്രഹം. ഇന്ന് ലോകത്തിലെ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന ആളുകൾക്ക് പോലും ഒരു പക്ഷേ 4, 5, 6, 8 തലമുറ വരെയോ കർത്താവ് വരുന്നവരെയോ ഭക്ഷിപ്പാൻ ആവശ്യമായ പണം ബാങ്കിലുണ്ടാവാം, പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഉണ്ടാവാം, വിലപിടിപ്പുള്ള കാറുകൾ ഉണ്ടാവാം, ഉയർന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവാം. ഇതൊന്നും ദൈവികമായ അനുഗ്രഹമായി നിങ്ങൾ വൃഥാ ചിന്തിക്കരുത്. ഭൗതിക നന്മകളെ അനുഗ്രഹങ്ങളായി വിലയിരുത്തുന്ന ധാരാളം ആളുകളുണ്ട്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവർ. അപ്പോൾ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും അവരെന്ത് പറയും? വിജയ് മല്യ എന്ത് പറയും? ലോകത്തിലെ പ്രമുഖന്മാരായ ആളുകൾ ബിൽ ഗേറ്റ്സ് എന്ത് പറയും? മാർക്ക് സുക്കർബർഗ് എന്ത് പറയും? അപ്പോൾ ഭൗതിക അനുഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായി തെറ്റായി വ്യാഖ്യാനിക്കാൻ വിശ്വാസികൾ പാടില്ല. ഒന്നുമില്ലാത്തവരും എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധിയായി അനുഭവിച്ച് ഭൂമിയെ ജീവിച്ച് സംതൃപ്തരായി ദൈവസ്ഥലങ്ങളിൽ മടങ്ങിയ അനേകം പിതാക്കന്മാർ നമുക്ക് പിന്നിലുണ്ട്. ഇവിടെ വായിക്കുന്നത് അതുകൊണ്ട് ഭൗതിക അനുഗ്രഹമല്ല. യാക്കോബ് ഇതെല്ലാം നേടി. ആടുമുണ്ട്, മാടുമുണ്ട്, ദാസന്മാരുമുണ്ട്, ദാസിമാരുമുണ്ട്, മക്കളുമുണ്ട്, പിന്നെ ഭാര്യമാരുമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവൻ അനുഗ്രഹമില്ലെന്ന് അവൻ മനസ്സിലാക്കി. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ നിയമത്തോട് യാക്കോബിനെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തോടെ ഒരു ഉളുക്കും കൂടെ ദൈവത്തിന് കൊടുത്തു. അവന്റെ പേരും മാറ്റി. നിന്റെ പേരിന്ന് മുതൽ പ്രിൻസ് വിത്ത് യഹോവ, ദൈവത്തിന്റെ പ്രഭു എന്നർത്ഥമുള്ള ഇസ്രായേൽ എന്ന പേരാകും എന്ന് പറഞ്ഞു. ആ നാമം ചൊല്ലിയാണ് നിനക്ക് ഇസ്രായേൽ എന്ന പേരാകും എന്ന് യഹോവയുടെ അരുളപ്പാട് വെച്ച് യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലുകൊണ്ട് യാഗപീഠം പുനർനിർമ്മിച്ചു എന്നാ വായിക്കുന്നു. ദൈവമക്കളാകുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെ ഇടിഞ്ഞു കിടക്കുന്ന കുറേ യാഗപീഠങ്ങളുണ്ട്. ഉപദേശത്തിന്റെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെയും ജീവിത വിശുദ്ധിയുടെയും ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ. ഇതെല്ലാം നമ്മൾ പണിയേണ്ടത് എങ്ങനെയായിരിക്കും അറിയാമോ? പുതിയ ചില സംവിധാനം കൂടെ പണിയല്ല, പുതിയ ചില നേതൃത്വങ്ങൾ കൂടെ അല്ലെങ്കിൽ ചില സംഘടനകൾ കൂടെ അല്ലെങ്കിൽ പ്രമാണാധിഷ്ഠിതമായി പണിയല്ല. ദൈവവചന അടിസ്ഥാനമായി, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതാ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ അവന് ഇസ്രായേലിന്റെ ഗോത്രത്തിന്റെ എണ്ണത്തിനോടൊപ്പം 12 കല്ലുകൾ കൊണ്ട് തന്നെ പുനർനിർമ്മിച്ചു എന്ന് വായിക്കുന്നു. ദൈവജനത്തിന്റെ മധ്യത്തിൽ ആത്മീയമായ മുന്നേറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ തങ്ങളുടെ ശുശ്രൂഷകളിൽ പുതിയ ചില സംവിധാനങ്ങൾ ആവിഷ്കരിക്കല്ല ചെയ്യേണ്ടത്, പഴയതും ഇടിഞ്ഞു കിടക്കുന്നതുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ യാഗപീഠങ്ങളെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പുനർനിർമ്മാണം ചെയ്യുവാൻ നമ്മൾ തയ്യാറാവണം. ഏതായാലും നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണമായി വിധേയപ്പെടാതെ നമുക്ക് ദൈവത്തിനുള്ള നന്മകൾ പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള പാഠം ഇവിടെ പഠിക്കാൻ കഴിയുന്നു. യാഗപീഠത്തിന്റെ ചുറ്റും അവൻ നാം വായിക്കുന്നത്, യാഗപീഠം ഉണ്ടാക്കിയിട്ട് യാഗപീഠ ചുറ്റും 2 സ്വയ വിത്ത് വിതയ്ക്കാൻ ആവശ്യമായ തോടുണ്ടാക്കി. യാഗപീഠത്തിന്മേൽ യാഗവസ്തുവിന്റെ തോല് ഉരിച്ച് അതിനെ കണ്ണമായി മുറിച്ച് വിറകടുക്കി യാഗപീഠത്തിന്മേൽ വെച്ചു. എന്നിട്ട് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം.
അതിലെ 3 പ്രാവശ്യം 4 പാത്രം വീതം 4 തൊട്ടി വീതം വെള്ളം 3 പ്രാവശ്യം ഒഴിച്ചു. ഈ യാഗവസ്തുവിന്മേലും യാഗവിറകിന്മേലും 3 പ്രാവശ്യം 4 തൊട്ടി വീതം വെള്ളം യാഗവസ്തുവിന്മേലും യാഗവിറകിന്മേലും ഒഴിച്ചിട്ട് ആ യാഗപീഠത്തിൽ നിന്ന് വെള്ളം ഒഴുകി അതിന് ചുറ്റുമുണ്ടാക്കിയ തോട്ടിലേക്ക് വന്നു എന്നാ വായിക്കുന്നത്. തോട്ടിലും അവൻ വെള്ളം നിറച്ചു. എന്തിനാ ഇതൊക്കെ ചെയ്തേ? എന്താ ഇവിടെ പരീക്ഷണം? യാഗത്തെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. യാഗത്തെ അതിനെ തോല് ഉരിച്ച് അതിനെ കണ്ണം കണ്ടമായി നുറുക്കി അതിന്റെ മാംസമെടുത്ത് യാഗപീഠത്തിന്മേൽ യാഗവിറകിന്മേൽ വെച്ചിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് തീ കൊണ്ട് ഉത്തരമല്ലെന്ന ദൈവം ഏതോ അതാണ് വാസ്തവത്തിൽ ദൈവം. അവനാണ് യഹോവ. സാധാരണ തീയെ താഴെ നിന്ന് മേലോട്ടാകത്തുന്നത്, പക്ഷേ ഈ യാഗപീഠത്തിലെ തീയെ മുകളിൽ നിന്ന് താഴോട്ടാകത്തുന്നത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ തീയാണ്. അത് മനസ്സിലാക്കണം. അങ്ങനെ ഈ വെള്ളം ഒഴിച്ചു. 32 മുതൽ 35 വാക്യങ്ങൾ. 3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു. തോട്ടിലും വെള്ളം നിറച്ചു. അങ്ങനെ വെള്ളം നിറച്ച് വളരെ വ്യക്തമായി ആ യാഗപീഠത്തിന്മേൽ ഇനിയും എത്രമാത്രം വിറക് കത്തിക്കാൻ നമ്മൾ താഴെ നിന്ന് ശ്രമിച്ചാലും അതിലെ 3 തൊട്ടി വെള്ളം വീതം 4 തൊട്ടി വെള്ളം വീതം 3 പ്രാവശ്യം 3 12 തൊട്ടി വെള്ളം ഈ യാഗവസ്തുവിന്മേലും യാഗവിറകിന്മേലും ഒഴിച്ച് അത് കുതിർന്നിട്ട് അതിൽ നിന്ന് വെള്ളം അതിന് ചുറ്റുപാടുമുള്ള തോട്ടിലേക്ക് ഒഴുകിയെത്തി. തോടും വെള്ളം കൊണ്ട് നിറച്ചു. എന്താ അറിയാമോ? യാതൊരു അന്യാഗ്നിയുമല്ല ഈ യാഗപീഠത്തിന്മേൽ കത്തിച്ചത് എന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് അവിടെ വെച്ച് മനസ്സിലാകണം. ഇസ്രായേലിന്റെ ദൈവം തന്നെയാണ് ഈ കാര്യം ചെയ്തത് എന്ന് ജനത്തിന് ബോധ്യപ്പെടണമെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിൽ നിന്ന് തന്നെ തീയിറങ്ങി ഈ യാഗവസ്തുവിനെ ദഹിപ്പിക്കണം. ഞാനിത് പറയുമ്പോൾ ഒരു സംഭവ കഥ ഓർത്തു പോവുകയാണ്. നമ്മുടെ മധ്യത്തിലെ പ്രശസ്തനായിരുന്ന ഒരു ദൈവദാസന്റെ ഒരു ഭാര്യ സഹോദരനല്ല, സഹോദരിയുടെ ഭർത്താവ്, അതേ ഒരു മികവുറ്റ ദൈവദാസനായിരുന്നു നമ്മുടെ ഇടയിൽ. ആ ദൈവദാസന് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള, സ്വന്തമായി ഒരു വീടില്ലാത്ത ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നിത്യതയിലാണ്. ആ ദൈവദാസന്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് മരിക്കുന്ന സമയം അടുത്തുവരെയും സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നില്ല. നല്ലൊരു മികവുറ്റ ദൈവദാസനായിരുന്നു. വലിയ പ്രഭാഷകനല്ല, എന്നാൽ നന്നായി ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ വീട് ഉണ്ടായി കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം എൻ്റെ ഭാര്യ പിതാവും ഒക്കെയുള്ള സൗദിയിലെ ഒരു സഭയിലുള്ള സഹോദരന്മാർക്ക് തോന്നി. എൻ്റെ വൈഫിൻ്റെ പിതാവൊക്കെ അന്ന് അവിടെയാണ്. ചില പ്രമുഖന്മാരായ ആളുകൾ വേറെ ചെല്ലും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലൊരു താല്പര്യമുണ്ടായി, ഈ ദൈവദാസന് ഒരു വീട് സ്വന്തമായി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവരവിടുന്ന് അതിനുള്ള ക്രമീകരണമൊക്കെ ചെയ്തു. എൻ്റെ ഭാര്യ പിതാവിനെ ഇദ്ദേഹത്തെ ഈ സദ്വർത്തമാനം അറിയിക്കാൻ, നാട്ടിൽ വരുമ്പോൾ അറിയിക്കാൻ വേണ്ടി നിയോഗിച്ചാണ് സഭ വിട്ടത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10, 35, 40 വർഷം മുമ്പ്, 35 വർഷം മുമ്പുള്ള കാര്യമായി പറയാം. 30 വർഷം മുമ്പ്, 35 വർഷം മുമ്പ്. അങ്ങനെ സന്തോഷത്തോടെ എൻ്റെ ഭാര്യ പിതാവ് നാട്ടിൽ വന്നപ്പോൾ ഈ ദൈവദാസന് പറഞ്ഞു, ഇങ്ങനെ സഹോദരന്മാരുടെ മനസ്സിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ട്, അത് ഒരു വീട് വെച്ച് ദൈവദാസന് തരണം എന്ന് സഭ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ ഇനി ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. ഈ കാര്യം അതുപോലെ പറയുക, ഒരു വാക്കുപോലും വ്യത്യാസമില്ലാതെ. നമ്മുടെ ഉപദേശിമാരൊക്കെ ആണെങ്കിൽ എന്തോ പറയും, എത്രയും വേഗം ഇത് കിട്ടാനുള്ള ക്രമീകരണം നോക്കും. ഒരു നാഴിക പോലും താമസിക്കാതെ ഈ സംഗതി ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാവുന്ന താല്പര്യത്തിൽ അതിന് വേണ്ടുന്ന എല്ലാ മുഖസ്തുതിയും വേണ്ടുമെന്നാ പറയും. ഈ സദ്വർത്തമാനം അറിയിച്ച ആളെ വാനോളം വേണേ പോക്കും. സഹോദരന്മാരുടെ പ്രത്യേകം നന്ദി അഡ്വാൻസായിട്ട് അറിയിക്കും. ഇതൊക്കെ ചെയ്യും. ഈ ദൈവദാസൻ പറഞ്ഞതെന്നറിയാവോ? ഇപ്പോൾ അത് വേണ്ട, ഇപ്പോൾ അത് വേണ്ട. നടന്ന സംഭവമാണ്, ഉള്ള കാര്യമായി പറയുന്നത്. 3 പ്രാവശ്യം താൻ പറഞ്ഞു. ഏലിയാവിടെ 3 പ്രാവശ്യം വെള്ളം ഒഴിപ്പിച്ച പോലെ 3 പ്രാവശ്യം പറഞ്ഞു, ഇപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹം അങ്ങ് പോയി. ഏതായാലും ഈ എൻ്റെ ഭാര്യ പിതാവൊക്കെ മടങ്ങി അവധിക്ക് വന്നിട്ട് അങ്ങ് പോയി.
ആ കാര്യം അവിടെ ചെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് വേണ്ട എന്നാണ് ഈ ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിനുവേണ്ടി ഇപ്പം ശ്രമിക്കണ്ട എന്ന് പറഞ്ഞു. പിറ്റേ വർഷം എൻ്റെ ഫാദറിലോ നാട്ടിൽ വന്നപ്പോൾ ഈ ദൈവദാസൻ ചോദിച്ചു, ബ്രദറെ, അന്ന് എനിക്ക് ഒരു വീടിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം സംബന്ധിച്ച് സഹോദരന്മാരുടെ മനസ്സിലൊരു താല്പര്യമൊക്കെ ഉള്ളതായിട്ട് പറഞ്ഞിരുന്നല്ലോ, എവിടെ വരെയായി ആ താല്പര്യവും ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഫാദറിൽ പറഞ്ഞു, അന്ന് സഹോദരന്മാർ വളരെ താല്പര്യപൂർവ്വം ആ കാര്യം ആഗ്രഹിച്ച് പറഞ്ഞെങ്കിലും അച്ചായന് ഇപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ അറിയിച്ചു. പിന്നീട് അതേക്കുറിച്ചൊന്നും ആരും ഒന്നും മിണ്ടിയില്ല, അത് അവിടെ കൊണ്ട് അങ്ങ് ഡൈ ഡൗൺ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം. ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞെന്തിനാണെന്നറിയാമോ? ഏലിയാവ് ഈ കാളയെ അറുത്ത് അതിൻ്റെ മാംസം കഷ്ണം കഷ്ണമായി യാഗപീഠത്തിന്മേൽ വെച്ചിട്ട് അതിന്മേൽ വെള്ളമൊഴിച്ച് തോട്ടിലും വെള്ളം നിറച്ച് തീ കൊണ്ട് ഉത്തരമറിയുന്നവനാണ് യഹോവ എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ചെയ്തപോലെ ഞാനൊരു പരീക്ഷണം നിങ്ങളോട് ചെയ്ത. അതായത്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായ ഈ ആഗ്രഹം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉരുത്തിരിഞ്ഞ ആഗ്രഹമായിരുന്നെങ്കിൽ ഈ നനഞ്ഞ വിറകിന്മേൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി തീ കത്തുകയും ഈ യാഗം ദഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം അങ്ങ് ഡൈ ഡൗൺ ആയി എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്കുണ്ടായതിനെക്കുറിച്ച് കരുതേണ്ട താല്പര്യമാണ്, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്ന ഒരാഗ്രഹമല്ല എന്ന് എനിക്ക് ബോധ്യമായി. അത് വെളിപ്പെടേണ്ടതിനാണ് ഞാൻ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാനിതുപോലെ ഒന്ന് രണ്ട് സഹോദരന്മാരോട് എനിക്ക് ഇച്ചിരി പൈസ തരാമെന്ന് പറഞ്ഞ സഹോദരന്മാരോട് ഞാൻ ഇപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അതിലെന്നെ വളരെ സ്നേഹിക്കുകയും ഈ ഫേസ്ബുക്കിൽ എന്നെ വളരെ ശ്രദ്ധിച്ച ഒരു സഹോദരൻ അതൊരു പ്രയാസമായി തോന്നി. അതായത്, എനിക്കൊരു കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് നിഷേധിച്ചതായി. ഒന്നാമത് അദ്ദേഹം വേർപാടുകാരൻ സഹോദരനായിരുന്നില്ല, വേർപാട് വെച്ചുകൊണ്ടൊന്നുമല്ല, മറ്റേ കർത്താവിൻ്റെ വില ഇതൊരു ദൈവദാസനാണല്ലോ എന്ന് വെച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. തികഞ്ഞ ആത്മാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞാൻ ഈ ഏലിയാവ് ഇതുപോലൊരു പരീക്ഷ ചെയ്താണ്. അപ്പോൾ അതെന്നറിയാവോ? അപ്പോൾ പക്ഷേ അത് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ തരാമെന്ന് പറഞ്ഞ പൈസ നിഷേധിച്ചു എന്നുള്ള നിലയിൽ. ഞാൻ നിഷേധിക്കുകയല്ല, ദൈവാത്മാവാണ് ആ താല്പര്യം മനസ്സിൽ കൊടുത്തതെങ്കിൽ ഞാൻ വെള്ളം കോരി ഒഴിച്ചാലും ആ യാഗവിറകിന്മേൽ സ്വർഗത്തിലെ ദൈവം തീ സ്വർഗത്തിൽ നയിക്കുകയും അത് തന്നെത്താൻ കത്തി ആ യാഗത്തെ ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കുകയും യഹോവ മാത്രം ആശ്രയിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്ന ദൈവപുരുഷന്മാരുടെ ദൈവദാസന്മാരുടെ ഹൃദയത്തിൻ്റെ ഉറപ്പിനായി ഞാൻ പറയുക. ആരെങ്കിലും അങ്ങനെ ഉപദേശിമാരോട് കേൾക്കുന്നുണ്ടോ? ഉപദേശിമാരൊന്നും എൻ്റെ ടൈമിൽ വന്നെങ്കിൽ കേൾക്കാറില്ല. അപ്പോൾ എന്നാൽ ഞാൻ അവിടെ പറയുകയാണ്, നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സഹായം ചെയ്യാനുള്ള വാഞ്ച നിങ്ങൾ അങ്കുരിപ്പിച്ചത് എങ്കിൽ അത് എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരു സഹോദരൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട എന്ന് ഒരാൾ പറയുകയോ മറ്റൊരാൾ ആ തീജ്വാല തല്ലിക്കെടുത്താൻ നിങ്ങളോട് ഏതെങ്കിലും നിലയിൽ തെറ്റായ ഒരു ധാരണ നിങ്ങളെ ധരിപ്പിച്ചിട്ട് അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും ദൈവാത്മാവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിച്ചെങ്കിൽ ഈ എൻ്റെ വേണ്ട എന്ന് പറയുന്ന എൻ്റെ വാക്കുകളെയോ പിന്നെ കൊടുക്കരുത് എന്ന് പറഞ്ഞ ശത്രുവിൻ്റെ വാക്കുകളെയോ അതിജീവിച്ച് സ്വർഗത്തിൽ നിന്ന് ആ പ്രേരണ ഉണ്ടാവുകയും നിങ്ങളത് ചെയ്യുകയും ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. വേദപുസ്തകം പറയുന്നത് യഹോവയുടെ വഴി തികവുള്ളത് എന്നാണ്. അങ്ങനെ വരുന്നതാണ് യഹോവയാൽ വരുന്നത്. ഇത് യഹോവയാൽ വരുന്നു എന്ന് ഞാൻ അറിയുന്നത് പറയുന്നത് അങ്ങനെ വരുന്ന, അല്ലാതെ വരുന്ന എല്ലാം യഹോവയാൽ വരുന്നതല്ല. യഹോവയാൽ വരുന്നത് പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും എല്ലാം അതിജീവിച്ച് അത് വീണ്ടും വരും. അങ്ങനെയാ ദൈവവചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്നത് അങ്ങനെയാണ് വരുന്നത്. നോബഡി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ വായിക്കുന്നു, ഈ യാഗപീഠത്തിന്മേൽ എല്ലാം വെള്ളം നിറച്ചു. അടുത്തത് നമ്മൾ വായിക്കുന്നത് ഏലിയാവ് ദൈവസേനയിൽ കൃത്യമായി, അതായത് ദൈവപ്രമാണം അങ്ങനെ തന്നെ അനുസരിച്ചുകൊണ്ട് യാഗപീഠം പണിത് ദൈവപ്രമാണത്തെ അല്പം പോലും വ്യതിചലിക്കാതെ അതുപോലെ തന്നെ അനുസരിച്ചുകൊണ്ട് യാഗപീഠം പുനർനിർമ്മാണം ചെയ്ത് യാഗവസ്തുവിനെ ലേവിയ ന്യായപ്രമാണത്തിലെ പ്രമാണം എങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ യാഗവസ്തുവിനെ കൊണ്ടുവന്ന് അതിൻ്റെ തോലുരിച്ച് അതിനെ കണ്ണം കണ്ണമായി നുറുക്കി അതിനെ യാഗപീഠത്തിൽ വെച്ചിരിക്കുകയാണ്.
ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വചനപ്രകാരം അല്പം പോലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവപ്രമാണപ്രകാരം മാത്രം അനുസരിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ അഗ്നി അതിന്മേൽ ഇറങ്ങി അതിനെ ദഹനയാഗമാക്കി തീർക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രമാണപ്രകാരം തന്നെ ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുനർനിർമ്മിച്ച് വചനപ്രകാരം ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ എണ്ണത്തിനും ഒത്തവണ്ണമുള്ള കല്ലുകൾ അടുക്കി ആ യാഗപീഠത്തിന്മേൽ മനുഷ്യന്റെ യാതൊരുവിധമായ പ്രയത്നവും ഈ യാഗത്തിന്റെ മേലില്ല. ഇത് ദൈവം താൻ തന്നെയാണ് ഈ യാഗത്തിന്റെ ഉത്തരവാദി, അവനാണ് തന്നെത്താൻ ഈ യാഗത്തിന്മേൽ മഹത്വപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ എന്ത് ചെയ്തു? ആ ദൈവ പ്രമാണപ്രകാരം ചെയ്തു. പ്രമാണം ലംഘിക്കുന്നിടത്തല്ല, പ്രമാണം പാലിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. അവിടെ ഇദ്ദേഹം അവിടെ ചെയ്തതിനു ശേഷം ഇദ്ദേഹം ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്നു. ഭോജനയാഗം എന്ന് പറയുന്നത് സന്ധ്യായാഗ സമയമാണ്. ആ സമയത്ത് അടുത്ത് ചെന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇതിന് പ്രാർത്ഥിക്കുക. ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇതേ വാചകം ഉരുവിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച 1-2 രംഗങ്ങൾ എൻ്റെ ജീവിതാനുഭവങ്ങളുണ്ട്. ഞാൻ ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ മുതൽ എൻ്റെ ജീവിതാനുഭവ കഥകൾ എഴുതാൻ തുടങ്ങിയാണ്. ഇന്നാണ് എൻ്റെ പുസ്തകത്തിൻ്റെ വർക്ക് തീർന്നത്. അപ്പോൾ അതിനകത്ത് എഴുതുമ്പോൾ ഇത് ഞാൻ എഴുതും. കർത്താവിനെ പ്രാപ്തിപ്പെടുത്തിയാൽ ഞാനത് എഴുതും. ഒരുപാട് ജീവിക്കുന്ന സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇതേ വാചകം ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതകരമായി ഉത്തരമരുളിയ 3-4 രംഗങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഞാൻ വരും തലമുറയുടെ ദൈവത്തിലുള്ള ആശ്രയത്തിന് വേണ്ടി എഴുതി വയ്ക്കാൻ ആഗ്രഹിക്കുക. അവൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചത് എന്ന് ഈ ജനം അറിയണതിന് എനിക്ക് ഉത്തരവരണമേ എന്ന് പ്രാർത്ഥിച്ചു. എത്ര മനോഹരമായൊരു പ്രാർത്ഥന! അപ്പോൾ അവിടെ ഇന്നത്തെ ചില അത്ഭുത വീരന്മാർ ചേപ്പോ എന്നങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഭൂതം പോകുന്നു, രോഗം ഭേദമാകുന്നു, അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല. നീതിമാന്റെ 3ാമത്തെ ശ്രദ്ധയുടെ പ്രാർത്ഥനയായത്. യാക്കോബ് പറയുമ്പോൾ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നും ഏലിയാവ് നമുക്ക് സമസ്തമുള്ള മനുഷ്യൻ അവനെ ആഹാബിന്റെ കാലത്ത് 3 സംവത്സരവും 6 മാസവും മഴ ഭൂമിയിൽ പെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തോട് അപേക്ഷിച്ചു, ഭൂമിയിൽ മഴ പെയ്തില്ല എന്ന് പറയുമ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പിന്നെ കാലങ്ങൾ കഴിഞ്ഞ ശേഷം യാക്കോബ് എടുത്ത് പറയുകയാണ്. ഈ നീതിമാനായ ദൈവപുരുഷന്റെ 3 പ്രാർത്ഥനയിൽ 3ാമത്തെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. 1ാമത്തേത് മഴയും മഞ്ഞും നിന്നു പോകേണ്ടതിന് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ആഹാബിന്റെ അടുത്ത് ചെന്ന് കൽപ്പിക്കുന്ന രംഗമാണ്. 2ാമത്തേത് സരാബ്ദയിലെ വിധവയുടെ മകനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ ആദ്യത്തേത് മഴയും മഞ്ഞും ആകാശത്ത് നിർത്തുവാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. 2ാമത്തേത് സരാബ്ദയിലെ വിധവയുടെ മകനെ, മരിച്ചുപോയ മകനെ ജീവിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. 3ാമത്തെ പ്രാർത്ഥനയാണ് ഇവിടുത്തെ പ്രാർത്ഥന. അല്പം കൂടെ കഴിയുമ്പോൾ 4ാമത്തെ പ്രാർത്ഥനയുണ്ട്, മഴയ്ക്കായി പ്രാർത്ഥിക്കാൻ. മഴ നിർത്താൻ പ്രാർത്ഥിച്ചു, പിന്നെ മഴയ്ക്കായും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രമാണങ്ങൾ ഉള്ള ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയുടെ സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കണം. ഭോജനയാഗം കഴിക്കുന്ന സമയം, അതാ സന്ധ്യായാഗ സമയം, അതാണ് പ്രാർത്ഥനയുടെ സമയം. 2, ഏതൊരു ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നത് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അറിയാമായിരുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവ. അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ കാണിപ്പാനിക്ക് ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ ചോദ്യം കൂടാതെ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്ന് അറിയാതെ വിശ്വാസാൽ ഇറങ്ങി പുറപ്പെട്ട വിശ്വാസത്തിന്റെ പിതാവ്. ഇസ്ഹാക്ക് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ
വാഗ്ദത്ത സന്തതിയാണ്. ഇസ്രായേല് ദൈവത്തോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ചവനാ. അപ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ആരോടാ പ്രാർത്ഥിക്കുന്ന നിശ്ചയമുണ്ട്. നാം പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാ, ഹോമവിഗ്രഹങ്ങളോടല്ല. കഴിഞ്ഞ ചില നാളുകളിൽ അകാരണമായി എന്നെ മനോവേദനപ്പെടുത്തി ചില ആളുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചങ്ക് തകർന്നു പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവത്തോടാണ്, ഇസ്രായേലിന്റെ ദൈവത്തോടാണ്, പരിശുദ്ധനോടാണ്. 3, പ്രാർത്ഥനയുടെ വിഷയങ്ങൾ. 1, പ്രാർത്ഥനയുടെ സന്ദർഭം, സന്ധ്യായാഗ സമയം. 2, പ്രാർത്ഥിക്കുന്നത് ആരോട്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ദൈവത്തോട്, അതായത് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോട്, പിതാക്കന്മാരിൽ വിശ്വസ്തനായ ദൈവത്തോട്, ആ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. 3, പ്രാർത്ഥനയിലെ വിഷയം 3 1, ദൈവത്തെ സംബന്ധിക്കുന്നത്, നീ ഇസ്രായേൽ ദൈവമെന്ന്. 2, തന്നെ സംബന്ധിക്കുന്നത്, ഞാൻ നിന്റെ ദാസനെന്ന്. 3, മൂന്നാമത്തത് ജനത്തെ സംബന്ധിക്കുന്നത്, ഈ ജനം എന്ത് ചെയ്യണം? നിന്റെ കൽപ്പനപ്രകാരം ഞാനിത് ചെയ്തു എന്ന് തിരിച്ചറിയണം. 3 അതിപ്രധാനമായ കണ്ടന്റ്, പ്രാർത്ഥന കണ്ടന്റ്. 1, ദൈവത്തെ സംബന്ധിക്കുന്നത്. 2, തന്നെ സംബന്ധിക്കുന്നത്. 3, ഇസ്രായേൽ ജനത്തെ സംബന്ധിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയർന്നു. അങ്ങനെ സ്വർഗത്തിലേക്ക് ഈ പ്രാർത്ഥന ഉയർന്നിട്ട് ബാലിന്റെ 450 പ്രവാചകന്മാരും അശേരയുടെ 400 പ്രവാചകന്മാരും 850 പ്രവാചകന്മാർ അണിനിരുന്ന കർമ്മേലിൽ അവരെ പകൽ മുഴുവൻ ഉച്ചവരെ ഉറക്ക നിലവിളിച്ച് വാളുകൊണ്ട് കുത്തി, വാളുകൊണ്ട് വെട്ടി, കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് ചോരയൊലിപ്പിച്ച് അവരെ ബാല ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറക്ക നിലവിളിച്ച് അത്യന്തം ക്ഷീണിതരായി നിൽക്കുകയാണ്. അവിടെയാണ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ കണ്ണിൽ മനസ്സിലായല്ലോ. പ്രാർത്ഥനയുടെ സന്ദർഭം, സന്ധ്യായാഗ സമയം. പ്രാർത്ഥനയുടെ നാമം അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവം. പ്രാർത്ഥനയിലെ വിഷയം 1, ദൈവത്തെ സംബന്ധിക്കുന്ന. 2, പ്രവാചകനെ സംബന്ധിക്കുന്നത്. 3, ജനത്തെ സംബന്ധിക്കുന്നത്. ഞാൻ നിന്റെ ദാസനാണെന്ന് ഈ ജനം തിരിച്ചറിയണം. നീ ഇസ്രായേലിന്റെ ദൈവമാണെന്നും അവർക്ക് മനസ്സിലാകണം. ഞാൻ ഇന്നത്തെ ക്ലാസ്സോട് സംക്ഷേപിക്കുക. 45 മിനിറ്റ് കഴിയുന്നു. ഇതിന്റെ 3ാം ഭാഗം ദൈവം വെച്ചാൽ നാളെ പറയും. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 4 തൊട്ടി വെള്ളം വീതം 3 പ്രാവശ്യം യാഗപീഠത്തിന്മേലും യാഗവസ്തുന്മേലും ഒഴിച്ച് കുതിർന്ന യാഗപീഠത്തിന്മേൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗപീഠത്തെയും യാഗത്ത് വസ്തുവിനെ ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളം വരെ വറ്റിച്ചു കളഞ്ഞു എന്നാ വായിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സാധാരണ മാനുഷികമായി കത്തിക്കുന്ന തീയെല്ലാം താഴേന്ന് മേലോട്ടാണ് കത്തുന്നത്. നമ്മൾ അടുപ്പിന് അത് വിറക് വെച്ചിട്ട് താഴേന്നാണ് കത്തിക്കുന്നത്. അത് താഴേന്ന് മേലോട്ട് കത്തുന്നു. എന്നാൽ ഈ തീക്കൊരു പ്രത്യേകത, ഇത് ഉയരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കത്തുന്നു. ഈ യാഗം 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇസ്രായേലിന്റെ ദൈവം താൻ തന്നെയാണെന്നും ഈ ജനമായിരിക്കുന്ന പാപത്തിലാണെന്നും എന്നാൽ ഈ പാപത്തിനും പരിശുദ്ധനായ ദൈവത്തിനും മധ്യേ ഇരിക്കുന്ന ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഒരു യാഗം ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ദൈവം തന്റെ ഏകജാതനായ പുത്രന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് നിബന്ധിപ്പിച്ച ഭയാനകമായ ന്യായവിധിയുടെ അഗ്നിയെ സൂചിപ്പിക്കുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയും യാഗവുമാണ് ഈ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഇവിടെ അരങ്ങേറുന്നത്. വിവരിക്കുവാൻ ഇതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കർമ്മേലിൽ തടിച്ചുകൂടിയ സർവ്വജനത്തിന്റെയും മുമ്പാകെ, ഇസ്രായേലിന്റെയും മുമ്പാകെ, ബാലിന്റെ പ്രവാചകന്മാരുടെ മുമ്പാകെ, അശേര പ്രവാചകന്മാരുടെ മുമ്പാകെ ഇസ്രായേലിന്റെ ദൈവം തന്നെ ദൈവമെന്ന് അഗ്നി കൊണ്ട്, ന്യായവിധിയുടെ ജ്വാല കൊണ്ട് പരസ്യമായി ഇസ്രായേലിന്റെ പരിശുദ്ധർ വെളിപ്പെടുത്തി. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കട്ടെ. തന്റെ ന്യായവിധിയുടെ ജ്വാല കൊണ്ട് തന്നിൽ വിശ്വസിക്കാത്ത എല്ലാ അധവരായ പാപികളോടും താൻ ഭയങ്കരനെന്ന് തന്നിൽ തന്നെ കാണിക്കേണ്ടതിന് തന്റെ ന്യായവിധിയുടെ ദിവസത്തിൽ ഭയങ്കരമായ എതിരികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയുമായി വെളിപ്പെടുവാൻ പോകുന്ന
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രവും ഈ യാഗാഗ്നിയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് അനുഗ്രഹമായി തീർന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് തുടർന്നും ഈ ലെസൺസ് വെച്ച് പഠിക്കാൻ കഴിയും. ഇതിൻ്റെ 3-ാം ഭാഗം കർത്താവിന് വെച്ചാൽ നാളെ രാത്രിയിൽ പറയാം എന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവന് വെച്ചാൽ ഈ പാഠ്യപദ്ധതി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവിതനായ മനുഷ്യൻ, എങ്കിലും ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് ദൈവത്താൽ നിയോഗിതനായി ദൈവത്തിനു വേണ്ടി ഏകനായിട്ടെങ്കിലും ശക്തനായി നിന്ന് ദൈവത്തെ ഇസ്രായേലിന് വെളിപ്പെടുത്തിയ കർമ്മനിരതൻ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നാം ജനമെല്ലാം വഴുതിപ്പോയി, തകർന്നുപോയി. എല്ലാവരും പറയുകയാണ് വിശ്വാസികളെല്ലാം അധപ്പതിച്ചു, സഭകളൊക്കെ നശിക്കുന്നു, ജനത്തിന് അശേഷം ഭയമില്ല, ദൈവാശ്രയമില്ല, നമ്മളൊക്കെ ഒരുപാട് വഴുതിപ്പോയി എന്നൊക്കെ നമ്മളെല്ലാവരും നിലവിളിക്കുന്നു. ദൈവത്തെ അനുസരിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, ജീവിത സാഹചര്യങ്ങളെ ഭയപ്പെടാതെ ദൈവസ്ഥലിൽ ഉറച്ചു നിന്ന് ദൈവത്തിന് വീര്യം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പുരുഷനെങ്കിലും അവശേഷിച്ചാൽ ജനത്തിൻ്റെ ഹൃദയത്തെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ആ ഒരു പുരുഷൻ മുഖാന്തരം ദൈവം പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ വിശിഷ്ടമായ തെളിവാണ് ഏലിയാവിൻ്റെ കർമ്മയിലെ യാഗകർമ്മ പരിപാടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.